Hi guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML എങ്ങനെയാണ് നമ്മൾ ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ A ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ A ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലുള്ള ഒരു വേർഡിനോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇമേജിനോ ഒക്കെ നമ്മൾ എന്താണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ A ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ഹെഡിങ് എഴുതാം. എന്നിട്ട് നമുക്കിവിടെ എഴുതാം ആങ്കർ ടാഗ്. ഓക്കെ, സേവ് ചെയ്യാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ ഒരു ഹെഡിങ് വന്നു. ഇനി നമുക്കിവിടെ ബ്രേക്ക് കൊടുക്കാം, എൻ്റർ അടിക്കാം. എന്നിട്ട് അടുത്തത് നമ്മൾ മെയിനായിട്ട് A ടാഗാണ് യൂസ് ചെയ്യുന്നത്. A ടാഗ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ A ടാഗ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ഒരു href കൊടുക്കുക, ഒരു ആട്രിബ്യൂട്ട്. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ലൊക്കേഷൻ കൊടുക്കാം. അപ്പം നമ്മുടെ നേരത്തെ ഫയൽ, അപ്പം നമ്മൾ കഴിഞ്ഞ ലെസൺസിൽ നമ്മൾ യൂസ് ചെയ്ത ആ ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആ ലൊക്കേഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം ലെസൺ 6. സേവ് ചെയ്യാം, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ലെസൺ 6. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ലെസൺസിൽ നമുക്ക് പോകാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ A ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ആട്രിബ്യൂട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പുതിയ ടാബിൽ ഓപ്പൺ ആകണമെങ്കിൽ ടാർഗറ്റ് എന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ഇതുപോലെ _ ബ്ലാങ്ക് എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക, ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുകൊണ്ട് പുതിയൊരു ടാബിലേക്ക് ഇത് ഓപ്പണായി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കാം, എൻ്റർ അടിക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്കിൻ്റെ ഏതെങ്കിലും ഒരു URL നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ HTTPS കൊടുത്തിട്ട് ഇതുപോലെ കോളൻ ഇട്ടിട്ട് ഇതുപോലെ // ഇടാം. എന്നിട്ട് നമുക്ക് കൊടുക്കാം www.google.com. ഓക്കെ, സേവ് ചെയ്യാം. ഇവിടെ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാം, ടാർഗറ്റ് ബ്ലാങ്ക് കൊടുക്കാം. എന്നിട്ട് ഈ ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ എഴുതാം, ഗൂഗിൾ. ഓക്കെ, സേവ് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഗൂഗിൾ. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗൂഗിളിൻ്റെ പേജിലേക്ക് ഇത് റീഡയറക്റ്റ് ചെയ്യുന്നതാണ്, ഇത് ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, നമ്മുടെ ഗൂഗിളിൻ്റെ പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ലിങ്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമേജ് കൊടുക്കാം. ഇമേജിൽ നമുക്കൊരു ലിങ്ക് കൊടുക്കാം. അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ A ടാഗ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ വേണമെങ്കിൽ ഒരു URL, ഈ മോളിൽ കൊടുത്ത തന്നെ URL നമ്മളിവിടെ കൊടുക്കാം. ഓക്കെ, പോപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ആ URL പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ഇമേജ് ടാഗ് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ SRC എന്ന് കാണാൻ കഴിയും. ഇതൊരു ആട്രിബ്യൂട്ടാണ് ലൊക്കേഷന് വേണ്ടിയുള്ള. ഇവിടെ നമുക്ക് / ചെയ്തിട്ട് നമ്മുടെ ഏത് ഇമേജാണോ നമ്മൾ ഫോൾഡറിൽ കൊടുത്തത് അത് നമുക്ക് എടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഇമേജ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിൻ്റെ പേജിലേക്ക് ഇത് ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു വിഡ്ത്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്കിവിടെ വിഡ്ത്ത് കൊടുക്കാം 360 പിക്സൽ. സേവ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഇമേജിൻ്റെ സൈസ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഒരു പുതിയ ഒരു പേജിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം, ബ്ലാങ്ക്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആട്രിബ്യൂട്ട് എഴുതുക, ടാർഗറ്റ് = ഇതുപോലെ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ _ ബ്ലാങ്ക്. ഓക്കെ, സേവ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗൂഗിൾ പേജിലേക്ക് നമ്മളിങ്ങനെ പോകാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
വൈസ്മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.